Hi all, welcome to once. അപ്പോൾ ഇന്ന് നമ്മൾ സർവേ ആൻഡ് ജിയോമാറ്റിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലെവലിംഗ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ലെവലിംഗ്, പിന്നെ ലെവലിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റിന്റെ, നമുക്ക് വേണ്ട പോയിന്റിന്റെ ഹൈറ്റ് നമ്മളുടെ സർഫസിന് റിലേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നല്ലെങ്കിൽ നമ്മുടെ സർഫസിലാവാം, സർഫസിന് എബവ് ആവാം, അല്ലെങ്കിൽ ബിലോ ആവാം. സോ ലെവലിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ആർട്ട് ഓഫ് determining the relative position അല്ലെങ്കിൽ height of different points on, above or below the surface. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു പോയിന്റിന്റെ എലവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ലെവലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്, ലെവലിംഗ് സ്റ്റാഫും. അപ്പോൾ ലെവൽ വെച്ചിട്ട് അപ്പോൾ ഡംപി ലെവൽ അല്ലെങ്കിൽ ടിൽറ്റിംഗ് ലെവൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലെവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് നമ്മളൊരു ട്രൈപോഡിൽ മോൾഡ് ചെയ്ത് വെച്ചിട്ട് ലെവൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ്, അതൊരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ്. ആ സ്റ്റാഫിലേക്ക് നമ്മൾ നമ്മൾ ലെവലിൽ നിന്നും റീഡിങ് അതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റീഡിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ലെവലിംഗ് എന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിലേക്ക്, നമ്മുടെ പോയിന്റിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള എലവേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്. The principle of leveling is to obtain the horizontal line of sight with respect to which vertical distances of the point above or below this line of sight are formed. അപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന്റെ എബവോ അല്ലെങ്കിൽ ബിലോ ആയിട്ടുള്ള നമ്മുടെ പോയിന്റ്സിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് ലെവലിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിന്റെ എലവേഷൻ കണ്ടുപിടിക്കുന്നതാണ്. നമ്മളുടെ ഡാറ്റം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൽ നിന്നും നമ്മളുടെ പോയിന്റിന്റെ എലവേഷൻ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റത്തിൽ വെച്ച് അല്ലെങ്കിൽ നമുക്കൊരു പോയിന്റിന്റെ ഇലവേഷൻ അറിയാമെങ്കിൽ നമുക്കതിനെ വിത്ത് റെസ്പെക്ട് ടു ദ ഡാറ്റം, നമ്മളുടെ റെഫറൻസ് ലൈനിനെ ബേസ് ചെയ്ത് നമുക്ക് ആ പോയിന്റിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. ഒന്നല്ലെങ്കിൽ തന്നിരിക്കുന്ന പോയിന്റിന്റെ ഇലവേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു എലവേഷൻ ഉള്ള ഒരു പോയിന്റിനെ നമുക്ക് നമ്മുടെ റെഫറൻസ് ലൈനിന് ബേസ് ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ലെവലിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി വാട്ട് ആർ ദ ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്? ലെവലിംഗിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് ടേം ആണ് ലെവൽ സർഫസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കേർവ്ഡ് സർഫസ് ആണ്. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ്. എർത്തിന്റെ ഷേപ്പിന് നമ്മൾ പറയുന്നതാണ് ജിയോയിഡ് ഷേപ്പ്, അല്ലെങ്കിൽ സ്പെറോയിഡൽ, നമ്മുടെ സ്പെറിക്കൽ ഷേപ്പിന് നമ്മൾ പറയുന്നതാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എർത്തിന്റെ കേർവ്ഡ് സർഫസിന് പാരലൽ ആയിട്ട് ഉള്ള ഒരു സർഫസ് ആണ്, പാരലൽ ആയിട്ടുള്ള കേർവ്ഡ് സർഫസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ എർത്തിന്റെ സെന്റർ പോയിന്റിൽ നമ്മൾ താഴേക്ക് ഒരു പ്ലം ബോബ് ഇടുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു കേർവ്ഡ് സർഫസ് ആണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലെവൽ സർഫസിലുള്ള കേർവ്ഡ് ലൈൻസ്, ലെവൽ സർഫസിലുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെവൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കേർവ്ഡ് ആയിട്ടുള്ള, നമ്മുടെ എർത്തിന് പാരലൽ ആയിട്ട് കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ് ലെവൽ സർഫസ്. അതിൽ വരുന്ന ലൈൻസ് ആണ് ലെവൽ ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ടേം ആണ് ഹൊറിസോണ്ടൽ സർഫസ്. നമ്മളുടെ ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്ന പ്ലെയിൻ ആണ്. അതായത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ലെവൽ സർഫസ് എന്ന് വിചാരിക്കുക. ആ ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്ന പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇസ് എ പ്ലെയിൻ ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ്. ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ലൈൻസിനെയാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ലൈൻസിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെയായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അപ്പൊ ലെവൽ ലൈൻ എന്ന് പറയുന്നത് കേർവ്ഡ് ലൈൻ ആയിരുന്നു, പക്ഷേ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലെ സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡാറ്റം. അപ്പൊ ഡാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു റെഫറൻസ് ലൈൻ, നമ്മൾ ഒരു ആർബിട്രറി ലെവലിനെ നമ്മളൊരു റെഫറൻസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എല്ലാ എലവേഷൻ മെഷർമെന്റ്സ് എടുക്കുന്ന ഒരു ലൈനാണ് ഡാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിനെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സർഫസിനെ റെഫറൻസ് സർഫസ് അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുന്നതിനെയാണ്
ഡാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഡാറ്റമായിട്ട് എടുക്കുന്നത് നമ്മുടെ മീൻ സീ ലെവൽ അറ്റ് മുംബൈയിലെ മീൻ സീ ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്, സീറോ എലവേഷൻ സിറ്റുവേഷൻ. അപ്പോൾ ഈ മീൻ സീ ലെവൽ അറ്റ് മുംബൈനെയാണ് നമ്മൾ ഡാറ്റമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഡാറ്റത്തിന് മെയിൻലി നമ്മൾ റെഫറൻസ് ലൈൻ ആണ്. അപ്പൊ റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ സർഫസിന് സീറോ എലവേഷൻ ആയിരിക്കും, കാരണം ഇതാണ് നമ്മുടെ റെഫറൻസ്. അപ്പൊ റെഫറൻസിന് സീറോ എലവേഷൻ ആണ് കൊടുക്കുന്നത്. അത് നമ്മുടെ മീൻ സീ ലെവൽ അറ്റ് മുംബൈ ആണ്. അപ്പൊ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 19 വർഷത്തോളം നമ്മളുടെ സീയുടെ ആവറേജ് ഹൈറ്റ്, അവിടെ വരുന്ന ടൈഡ്സിനെ എല്ലാം കൺസിഡർ ചെയ്ത് ആവറേജ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആവറേജ് ഹൈറ്റിനെയാണ് നമ്മൾ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മീൻ സീ ലെവൽ ആയിട്ടുള്ള ഈ ആവറേജ് ഹൈറ്റിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് സീറോ എലവേഷൻ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പൊ ഡാറ്റത്തിൽ നിന്നായിരിക്കും നമ്മൾ എപ്പോഴും എലവേഷൻസ് എടുക്കുന്നത്, ഫ്രം ദ ഡാറ്റം. ഇപ്പൊ ഈ ഡാറ്റത്തിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പൊ ഡാറ്റം എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർബിട്രറി ലെവൽ സർഫസ് ഫ്രം വിച്ച് എലവേഷൻസ് ഓഫ് എ പോയിന്റ് മേ ബി റെഫേർഡ്, ആൻഡ് ഇൻ ഇന്ത്യ മീൻ സീ ലെവൽ ഇസ് കൺസിഡർഡ് ആസ് എ ഡാറ്റം ഓഫ് സീറോ എലവേഷൻ ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. ഇനി മീൻ സീ ലെവൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് സീ ഫോർ ഓൾ ദ സ്റ്റേജസ് ഓഫ് ടൈഡ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ആവറേജിംഗ് the hourly tide height over a period of 19 years. അപ്പോൾ hourly tide height ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് ഹൈറ്റ് ആണ് മീൻ സീ ലെവൽ. ഇനി അടുത്തതാണ് എലവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡാറ്റത്തിൽ നിന്നും നമ്മൾ എടുക്കുന്ന വെർട്ടിക്കൽ മെഷർമെന്റ്സിനെ എലവേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ലെവൽ എന്ന് പറയാം. സോ ഈ റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ എലവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഹൈറ്റ് ഓഫ് ഡെപ്ത് എബോവ് ഓർ ബിലോ, ഒന്നല്ലെങ്കിൽ ഡാറ്റത്തിന് മേളിലോ അല്ലെങ്കിൽ, അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് മേളിലേക്ക് തന്നെ എടുക്കുന്ന ഹൈറ്റ് ആവണം എന്നില്ല, താഴേക്കുള്ളതും ആവാം. അപ്പോൾ ഈ ഡാറ്റത്തിൽ നിന്നും നമ്മൾ മേളിലേക്കോ താഴേക്കോ എടുക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് എന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് എനി പോയിന്റ് എബോവ് ഓർ ബിലോ എനി ഡേറ്റം ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് RL. അപ്പൊ റിഡ്യൂസ് ലെവലിനെ RL എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ ബെഞ്ച്മാർക്ക്. ബെഞ്ച്മാർക്ക് എന്ന് വെച്ചാൽ ഡാറ്റത്തിൽ നിന്നും നമ്മൾക്ക് അറിയാവുന്ന ഒരു റെഡ്യൂസ്ഡ് ലെവലിനെയാണ് ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡാറ്റ ഉണ്ട്, അതിൽ നിന്നും ഇപ്പോൾ നമ്മളുടെ ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ദിസ് ഇസ് ദ ബെഞ്ച്മാർക്ക്. അപ്പൊ നമ്മൾ ബെഞ്ച്മാർക്ക് എടുക്കുന്നത് 100 മീറ്റർ ആണ് എന്ന് വെച്ചാൽ ആ ഡാറ്റത്തിൽ നമുക്ക് അറിയാവുന്ന എലവേഷൻ ആ 100 മീറ്റർ ഉള്ള ആ ഒരു പോയിന്റ് ആണ് ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു റീഡിങ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെഞ്ച്മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ലൈൻ ഓഫ് കൊളിമേഷൻ. എന്താണ് ലൈൻ ഓഫ് കൊളിമേഷൻ? അപ്പൊ നമ്മളുടെ ലെവൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന് ഒരു ഇപ്പൊ നമ്മളുടെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എങ്കിൽ ഹിയർ ദർ ഇസ് ഐ പീസ്, ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്ന ടെലസ്കോപ്പ്. അപ്പൊ ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട്. അപ്പൊ ഈ ഡയഫ്രം, അപ്പൊ നമ്മൾ ഈ ഐയിൽ കൂടെ നോക്കി ഈ ഒബ്ജക്റ്റ് ലൈനിൽ കൂടെ പോയിട്ടാണ് നമ്മൾ നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലെവലിംഗ് സ്റ്റാഫ് കാണുന്നത് നമ്മളുടെ പോയിന്റിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്നത്, ഇവിടെയാണ് നമ്മളുടെ പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് വെക്കും. ഇതിൽ കൂടെ നോക്കി നമ്മളുടെ റീഡിങ് എവിടെയാണോ അത് കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്, നമ്മളുടെ ലെവലിന്റെ അല്ലെങ്കിൽ എലവേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു ഐ പീസ് ഉണ്ട്, ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഐ പീസിന്റെ ഇവിടെയാണ് ഡയഫ്രം ഉള്ളത്. ഈ ഡയഫ്രത്തിന്റെ ക്രോസ് ഫയറിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ഈ പോയിന്റും നമ്മളുടെ ഒബ്ജക്റ്റീവിന്റെ ഒപ്റ്റിക്കൽ സെന്ററുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനെയാണ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. സോ ദ ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ സെന്റർ ഓഫ് ദ ക്രോസ് ഹെയർ ആൻഡ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റിനെയാണ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസിന്റെ ഇന്റർസെക്ഷനെ ജോയിൻ ചെയ്യുന്നതും ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഗ്ലാസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിനെ ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ലൈൻ ഓഫ് കൊളിമേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, നെക്സ്റ്റ് ടേം ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, ഈ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റത്തിൽ നിന്നും നമ്മുടെ ഈ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ആ ഒരു ഇലവേഷൻ ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ദ എലവേഷൻ ഫ്രം ദ ഡേറ്റം ടു ദ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ആ ഒരു ഹൈറ്റ് ആണ് നമ്മളുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈഡ്. The first reading taken from the instrument is known as
backside. It is a staff reading taken at a non-elevation and it is a first staff reading taken after the setup of the instrument. നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനെയാണ് backside എന്ന് പറയുന്നത്. So let's say അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ലെവൽ സർഫസ് ഒക്കെ ആയി, ഡാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റിൽ നിന്നും ആദ്യം എടുക്കുന്ന റീഡിങ്, അപ്പോൾ ഇതാണ് ഡിറക്ഷൻ. സോ ദിസ് ഈസ് ദ പോയിന്റ് എ ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് ബി. അപ്പോൾ ഇതാണ് ബി, ഇതാണ് എ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റിലെ റീഡിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ്, കാരണം ഇവിടെയാണ് ഐ, ഇവിടെയാണ് ഒബ്ജക്ട് ഗ്ലാസ്. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? എയിലെ റീഡിംഗ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ലെവലിംഗ് സ്റ്റാഫ് വെക്കുന്നു, ബാക്കോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് റീഡിങ്ങിനെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ബാക്ക് സൈഡ്. ഫസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈഡ് ആൻഡ് ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ്, ഫോർവേഡ് ആയിട്ട് ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ഫോർ സൈറ്റ് ഇസ് എ ലാസ്റ്റ് റീഡിംഗ് ടേക്കൺ in this leveling and ഇതിന്റെ ഫോർ സൈറ്റിന്റെയും ബാക്ക് സൈറ്റിന്റെയും ഇടയിൽ എടുക്കുന്ന എല്ലാ റീഡിങ്സിനും നമ്മൾ പറയുന്നതാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. ഫോർ സൈറ്റിന്റെയും ബാക്ക് സൈറ്റിന്റെയും ഇടയിലുള്ള എല്ലാ റീഡിങ്സുമാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് is equal to ബെഞ്ച് മാർക്ക്. നമുക്കറിയാം ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന റെഡ്യൂസ്ഡ് ലെവലാണ്. ഫസ്റ്റ് ഡാറ്റത്തിൽ നിന്നും നമുക്കറിയാവുന്ന എലവേഷൻ ആണ് ബെഞ്ച് മാർക്ക്. ദാറ്റ് പ്ലസ് ബാക്ക് സൈറ്റ്, ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആണ് നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് തരുന്നത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഡാറ്റത്തിൽ നിന്നും ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് അതും അപ്പോൾ ഇതുവരെയാണ് ബെഞ്ച് മാർക്ക് 100 തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് റീഡിംഗ് കൂടി കിട്ടാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്നും ഫോർ സൈറ്റിനെയോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റിനെയോ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസ് ലെവൽ കിട്ടും. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനുള്ള വൺ ഓഫ് ദ മെത്തേഡ് ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ്. വേറൊരു മെത്തേഡാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് ടേംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഫോർ സൈറ്റ്. ഫോർ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ബിഫോർ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എടുക്കുന്ന അവസാനത്തെ റീഡിംഗ് ആണ് ഫോർ സൈറ്റ്. ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾ ദ സ്റ്റാഫ് റീഡിംഗ് ബിറ്റ്വീൻ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ബാക്ക് സൈറ്റിന്റെയും ഫോർ സൈറ്റിന്റെയും ഇടയിലുള്ള എല്ലാ റീഡിങ്സിനും ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് ദ ചേഞ്ച് പോയിന്റ്. അപ്പൊ ചേഞ്ച് പോയിന്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ടേണിംഗ് പോയിന്റ്. It is also known as turning point. That is a point on which both fore and back side. അപ്പം ഒരു പോയിന്റിൽ തന്നെ ഫോർ സൈറ്റും ബാക്ക് സൈറ്റും എടുക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചു, എ ആൻഡ് ബി നമ്മൾ റീഡിംഗ് എടുത്തു. ആൻഡ് ഇനി ഇവിടെ വെച്ചാൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഹിയർ ഇസ് എ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചാൽ നമുക്ക് സിയുടെ റീഡിംഗ് കാണാൻ പറ്റില്ല. ലെറ്റ്സ് സേ there is an obstacle like a tree. ഒരു ട്രീ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ സി കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രുമെന്റിനെ സി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വേറൊരു പോയിന്റിലേക്ക് മാറ്റുന്നു. നമ്മൾ ഇവിടെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെന്റിനെ മാറ്റുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ ബാക്ക് സൈഡ് റീഡിംഗ് എടുത്തു. ഇവിടെ ഇൻസ്ട്രുമെന്റ് മാറ്റുന്നതിന് മുന്നേ നമ്മൾ ഫോർ സൈറ്റ് എടുത്തു. ഇനി അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ ആദ്യമേ റീഡിംഗ് എടുക്കണം. കാരണം നമുക്ക് അവിടെ വീണ്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ സെറ്റപ്പിലെ ലെവലിലുള്ള ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടാമത് ഇൻസ്ട്രുമെന്റ് മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഇത് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും ഫസ്റ്റ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യണം. അപ്പൊ അവിടെ ആ പോയിന്റിൽ ബാക്ക് സൈറ്റ് എടുത്തു, പിന്നെ ഈ പോയിന്റിലേക്ക് ഫോർ സൈറ്റ് എടുത്തു. സോ അപ്പോ ഈ ഒരു ഡയഗ്രത്തിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത്? ചേഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു പോയിന്റിൽ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും എടുക്കുന്നു. ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലെവലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്